എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നാമരാമായണം. രാക്ഷസ സംഘവിമർദ്ദക രാമ, അഹിമഹി രാവണ ചാരണ രാമ, സംഹൃത ദശമുഖ രാവണ രാമ, വിധിഭവമുഖ സുര സംസ്തുത രാമ, ഖസ്ഥിത ദശരഥ വീക്ഷിത രാമ, സീതാദർശന മോദിത രാമ. രാമാവതാരം തീരുമാനമായപ്പോൾ തന്നെ ദേവഗണങ്ങൾ പലയിടങ്ങളിലായി വാനരന്മാരായി അവതരിച്ചുവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ ശക്തിയിലും സാമർഥ്യത്തിലും ഒന്നും സംശയം വേണ്ടതില്ല. അവരെല്ലാവരും ചേർന്ന് നളൻ്റെ നേതൃത്വത്തിൽ സാഗരത്തിൻ്റെ സഹായത്തോടു കൂടി സമുദ്രത്തിന് കുറുകെ ഒരു പാലം പണിതു, സേതുബന്ധനം. എന്നിട്ട് ശത്രുരാജ്യത്ത് എളുപ്പം എത്തി യുദ്ധോത്സാഹത്തോടെ എല്ലാ മഹാപരാക്രമികളായ സൈന്യം തന്നെ നിലകൊണ്ടു എന്നാണ് പറയുന്നത്. ഇനി യുദ്ധവിവരണം നോക്കാം. ശത്രുക്കളുടെ സംഖ്യാബലവും ആയുധ സജ്ജീകരണങ്ങളും യുദ്ധസാമർഥ്യവും നേരിട്ടറിഞ്ഞു വരുന്നതിനായി രാവണനാൽ നിയുക്തന്മാരായ ശുകനും സാരണനും വാനരവേഷം ധരിച്ച് വാനര സൈന്യത്തിനിടയിൽ കടന്നുകൂടി. എന്നാൽ അവരെ തിരിച്ചറിഞ്ഞ വിഭീഷണൻ കാട്ടിക്കൊടുത്തതനുസരിച്ച് ബന്ധനത്തിലായ 2 ചാരന്മാരും ശ്രീരാമന്റെ സന്നിധിയിലേക്ക് ആനീതരായി. ശ്രീരാമൻ പുഞ്ചിരി തൂകിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സൈന്യബലം നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞുവെങ്കിൽ ലങ്കയിലേക്ക് മടങ്ങിപ്പോകാം. അതല്ല, ഇനിയും മനസ്സിലാക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് വിരോധവുമില്ല. വേണമെങ്കിൽ വിഭീഷണന് സകലതും കാണിച്ചു തരികയും ചെയ്യും. അതിനുശേഷം ലങ്കയിൽ ചെന്ന് രാവണനെ എൻ്റെ സന്ദേശം അറിയിക്കണം. അതായത് നാളെ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളണമെന്ന്. ശുഗസാരണന്മാർ ശ്രീരാമന്റെ കാരുണ്യത്താൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് മടങ്ങിച്ചെന്ന് സകല വിവരങ്ങളും രാവണനെ ധരിപ്പിച്ചു. സീതയെ ശ്രീരാമന് മടക്കിക്കൊടുത്ത് തന്നെയും ലങ്കാരാജ്യത്തെയും രക്ഷിക്കുകയാണ് വേണ്ടതെന്ന് ആ ചാരപ്രമാണികൾ ഉപദേശിച്ചുവെങ്കിലും രാവണൻ ചെവി കൊണ്ടില്ല. സാരണനെയും കൂട്ടി രാവണൻ ഉത്തുംഗമായ ഒരു രമ്യഹർമ്മത്തിന്റെ മുകളിൽ കയറി നിന്ന് ശത്രു സൈന്യത്തെ നയിക്കുന്നവർ ആരൊക്കെയെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് സാരണൻ സുഗ്രീവ ജാംബവാംഗദാദികളിൽ ഓരോരുത്തരെയായി കാണിച്ചിട്ട് എല്ലാവരുടെയും കായബലത്തിന്റെയും സമരചാതുര്യത്തിന്റെയും പരാക്രമത്തിന്റെയും ലഘുവിവരണങ്ങൾ നൽകി. അത് കേട്ട രാവണൻ താഴത്തിറങ്ങി വിശദമായ നിർദ്ദേശങ്ങൾ നൽകി. നിയോഗിച്ച ചാരന്മാരായ ശാർദൂലനും മടങ്ങി വന്ന് നൽകിയ വിവരണങ്ങൾ ശുഗസാരണന്മാരുടേതിൽ നിന്ന് വിഭിന്നമായിരുന്നില്ല. മായാപ്രയോഗത്തിലൂടെ സീതയുടെ സ്ഥൈര്യം തകർത്ത് തന്നിൽ ആഭിമുഖ്യം ജനിപ്പിക്കാമെന്നുള്ള ആശയോടുകൂടി രാവണൻ വിദ്യുജിഹ്വൻ എന്ന മായാവിയെയും കൊണ്ട് അശോകവനത്തിൽ ചെന്ന് സീതയോട് പറഞ്ഞു, നീ അറിഞ്ഞില്ലേ നടന്നതൊന്നും? രാമനും ലക്ഷ്മണനും വാനരന്മാരെയും ലങ്കയിലെത്തി. എൻ്റെ ഭടന്മാർ അവരിൽ ഭൂരിപക്ഷത്തെയും കൊന്നൊടുക്കി. അവർ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴായിരുന്നു ആ കൂട്ടക്കൊല. എൻ്റെ മന്ത്രി പ്രഹസ്തൻ രാമന്റെ തല വെട്ടിയെടുത്തു. നീ മരിച്ചവന് വേണ്ടി കാത്തിരുന്നിട്ട് എന്ത് കാര്യം? ഇനിയെങ്കിലും നീ എൻ്റെ ഭാര്യയാവണം. വിദ്യുജിഹ, ആ രാമന്റെ തലയൊന്ന് ഇവൾക്ക് കാണിച്ചു കൊടുക്കൂ. വിദ്യുജിഹൻ മായാനിർമ്മിതമായ രാമശിരസ് സീതയുടെ മുമ്പിൽ വെച്ചപ്പോൾ അത് കണ്ട സീത ബോധം കെട്ട് നിലം പതിക്കുകയും പിന്നീട് ഉണർന്ന് മാറത്തണിച്ച് ഭ്രാന്തിയെപ്പോലെ അലമുറയിടുകയും ചെയ്തു. അതങ്ങനെ തുടർന്നു പോകുമായിരുന്നു. യുദ്ധം സംബന്ധിച്ച് അടിയന്തരമായ ആജ്ഞ പ്രതീക്ഷിക്കുന്ന മന്ത്രിമാർ അയച്ച ദൂതൻ രാവണനെ വിളിച്ചു കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ. രാവണൻ പോയതോടുകൂടി വിദ്യുജിഹന്റെ മായാപ്രയോഗത്തിൽ നിന്നുണ്ടായ രാമശിരസ്സും അപ്രത്യക്ഷമായി. സീതയോട് എന്തെന്നില്ലാത്ത സ്നേഹാദരങ്ങളും അനുകമ്പയും ഉണ്ടായിരുന്ന സരമ എന്ന രാക്ഷസി സാന്ത്വനമരുളാൻ ശ്രമിച്ചു. ദേവി, ഇതെല്ലാം രാവണന്റെ ആഗ്രഹപ്രകാരം വിദ്യുജിഹൻ മായ പ്രയോഗിച്ചതാണ്. ശ്രീരാമൻ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ലങ്കയിൽ എത്തിക്കഴിയുകയും ചെയ്തിരിക്കുന്നു. ദേവിയുടെ കഷ്ടകാലം അവസാനിച്ചതായി കരുതിക്കൊള്ളണം. 2 സൈന്യങ്ങളും യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ശ്രദ്ധിക്കൂ. അതനുസരിച്ച് സീത ചെവി കൂർപ്പിച്ചപ്പോൾ ലങ്കാനഗരിയുടെ ഉള്ളിൽ നിന്ന് മാത്രമല്ല പുറത്തും പുറപ്പെടുന്ന പലമാതിരി ശബ്ദങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴുണ്ടായ ഒരു ആരവം കേൾക്കുമാറായി. പടയാനകളുടെ ചിഹ്നം വിളികൾ, പടക്കുതിരകളുടെ ഹർഷാരവങ്ങൾ, പരിശീലനാർത്ഥമുള്ള ആയുധ സംഘടനകൾ, സമരോത്സാഹജന്യമായ പോർവിളികൾ, പടയാളികളുടെ സംഭാഷണങ്ങൾ എന്നിവ യുദ്ധം ആസന്നമായിരിക്കുകയാണെന്നുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു.
ആ ശബ്ദങ്ങളും സരമയുടെ സാന്ത്വനവും കൂടി ചേർന്നപ്പോൾ ഭർത്തൃമരണം മിഥ്യയാണെന്നറിഞ്ഞ സീത മനസ്സിന്റെ സമനില വീണ്ടെടുത്ത് രാക്ഷസിയായ സഖിയോട് പറഞ്ഞു, സരമേ, രാവണന്റെ ഉദ്ദേശങ്ങളും തീരുമാനങ്ങളും ഒരുക്കങ്ങളും എന്തൊക്കെയാണെന്ന് നീ അറിഞ്ഞു വന്നാൽ എനിക്ക് സമാധാനമുണ്ടാകും. ബുദ്ധിശാലിനിയും അതിസമർത്ഥയുമായ സരമ കൊട്ടാരത്തിലേക്ക് പോയി സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് അശോകവനത്തിൽ മടങ്ങിയെത്തി. ദേവി, ചുരുക്കം ചിലരൊക്കെ ദേവിയെ ശ്രീരാമന് സമർപ്പിക്കണമെന്ന് ശ്രീരാമനെ ഉപദേശിച്ചു. ശരിയാണ്, പക്ഷെ രാവണൻ ആ ഉപദേശങ്ങൾ തിരസ്കരിക്കുകയാണ് ചെയ്തത്. ലുബ്ധൻ സമ്പത്തിനെ കൈവിടാത്തതുപോലെ രാക്ഷസ രാജാവ് ദേവിയെ കൈവിടുകയില്ല. വേണ്ടി വന്നാൽ മരിക്കാൻ സന്നദ്ധനാണ് പോലും. എങ്കിലും ഒന്നെനിക്ക് തീർച്ചയാണ്, ശ്രീരാമൻ രാവണനെ വധിച്ച് ദേവിയെ അയോധ്യയിലേക്ക് കൊണ്ടുപോകും. അതിനിടയ്ക്ക് വയോവൃദ്ധനും രാവണന്റെ അടുത്ത ബന്ധുവുമായ മാല്യവാൻ ലങ്കാരാജ്യത്തെയും രാജകുടുംബത്തെയും ആസന്നമായിരിക്കുന്ന സർവനാശത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന സതുദ്ദേശത്തോടെ കൊട്ടാരത്തിൽ കയറി ചെന്നു. രാമനോട് യുദ്ധം ചെയ്യുന്നതിന് പകരം സന്ധി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. സീതയെ ഉടൻ തന്നെ രാമന് തിരിച്ചു കൊടുക്കണമെന്നും നീ ലോകത്തിലെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് അധർമ്മ പ്രവൃത്തികൾ ചെയ്യുകയുണ്ടായി. അക്കാരണത്താൽ നിനക്ക് ശക്തന്മാരായ ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട്. ദേവയക്ഷ ഗന്ധർവാദികളിൽ നിന്ന് മരണം സംഭവിക്കുകയില്ല എന്ന വരമേ നീ ബ്രഹ്മാവിൽ നിന്ന് നേടിയിട്ടുള്ളൂ. ഇപ്പോൾ ലങ്കയിൽ യുദ്ധത്തിന് വന്നിരിക്കുന്നവർ നരന്മാരും വാനരന്മാരുമാണെന്ന് നീ മറക്കരുത്. എത്രയോ ദുശ്ശകനങ്ങളാണ് ഇപ്പോൾ നാം കണ്ടുവരുന്നത്. നല്ലതുപോലെ ആലോചിച്ചു വേണം പ്രവർത്തിക്കാൻ. ആവശ്യപ്പെടാത്ത ആ ഉപദേശം കേട്ടപ്പോൾ രാവണന്റെ കണ്ണുകളിൽ കോപാരുണിമ കലരുകയും പുരികങ്ങൾ മേലോട്ട് വളയുകയും പല്ലുകൾ തമ്മിൽ ഇറുമുകയും ചെയ്തു. അങ്ങ് ശത്രുപക്ഷം ചേർന്ന് സംസാരിക്കുകയാണ്. വെറും ഒരു മനുഷ്യനെ നേരിടാൻ എനിക്ക് കഴിയില്ലെന്ന് അങ്ങ് വിചാരിച്ചു അല്ലേ? സീതയെ മടക്കി കൊടുക്കാൻ അങ്ങ് ആവശ്യപ്പെടുന്നത് രാമനെ ഭയപ്പെടുന്നത് കൊണ്ടാണോ? എന്നെ എതിർക്കുന്ന മനുഷ്യനെയും വാനരന്മാരെയും ഞാൻ കാലന് കൊടുക്കും. തന്റെ ഉപദേശം ഫലിക്കുന്നില്ലെന്നും ഇനി ഫലിക്കുകയില്ലെന്നും ബോധ്യപ്പെട്ട മാല്യവാൻ രാവണൻ ഉണ്ടാകുവാൻ പോകുന്ന ദുർവിധിയെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ടും എന്നാൽ ഒന്നും പറയാതെയും ഇറങ്ങിപ്പോയി. പൂർവ്വഗോപുരദ്വാരത്തിൽ പ്രഹസ്തന്റെയും ദക്ഷിണഗോപുരദ്വാരത്തിൽ മഹാപാർശ്വന്റെയും പശ്ചിമഗോപുരദ്വാരത്തിൽ ഇന്ദ്രജിത്തിന്റെയും മധ്യഭാഗത്തിൽ വിരൂപാക്ഷന്റെയും നേതൃത്വത്തിൽ വമ്പിച്ച സേനാവിഭാഗങ്ങളെ വിന്യസിച്ചിട്ട് ഉത്തരഗോപുരദ്വാരത്തിൽ താനും ശുഗസാരണന്മാരും നിലയുറപ്പിക്കാൻ രാവണൻ നിശ്ചയിച്ചു. വാനർ സൈന്യത്തിന്റെ വിന്യാസമാണെങ്കിൽ കിഴക്ക് വശത്ത് നീലനും തെക്ക് വശത്ത് അംഗദനും പടിഞ്ഞാറ് വശത്ത് ഹനുമാനും വടക്ക് വശത്ത് താനും ലക്ഷ്മണനും നടുവിൽ സുഗ്രീവനും സേനാവിഭാഗങ്ങളെ നേതൃത്വം വഹിച്ച് നിലയുറപ്പിക്കണം എന്നതായിരുന്നു ശ്രീരാമന്റെ നിശ്ചയം. സുഗ്രീവാദികളായ ആത്മസുഹൃത്തുക്കളോടും ലക്ഷ്മണനോടും കൂടി ശ്രീരാമൻ സുബേലാചലത്തിൽ കയറി നോക്കിയപ്പോൾ ഉത്തുംഗമായ ഒരു മണിമന്ദിരത്തിന്റെ മുകളിലത്തെ നിലയിൽ രാവണൻ രാജചിഹ്നങ്ങൾ ധരിച്ച് ഉപവിഷ്ടനായിരിക്കുന്നത് കണ്ടു. അനിയന്ത്രിതമായ ക്രോധത്തിന് വശംവദനായി തീർന്ന സുഗ്രീവൻ മറ്റാർക്കും തടയാൻ കഴിയുന്നതിന് മുമ്പ് കുതിച്ചു ചാടി രാവണനുമായി ദ്വന്ദ്വയുദ്ധത്തിലേർത്തി. അവിചാരിതമായി വന്നെത്തിയ പ്രതിയോഗിയെ അടിപ്പെടുത്തുന്നതിനായി രാവണൻ വീറോടും വാശിയോടും പോരടിച്ചതോടുകൂടി ദ്വന്ദ്വയുദ്ധം കുറേ നേരം സമനിലയിൽ തുടർന്നുപോയി. അപ്പോഴേക്കും സുഗ്രീവൻ ഇനിയുള്ള യുദ്ധം പടക്കളത്തിൽ വെച്ചാകാമെന്ന് കരുതി തിരികെ ശ്രീരാമ സമീപത്ത് മടങ്ങിയെത്തി. ശ്രീരാമൻ പറഞ്ഞു, സുഗ്രീവ, ദയവ് ചെയ്ത് ഇനിമേൽ ഇങ്ങനെ സാഹസം പ്രവർത്തിക്കരുത്. അങ്ങേക്ക് വല്ല അപായമോ സംഭവിച്ചാൽ പിന്നെ എന്ത് സന്തോഷമാണ് എനിക്കുണ്ടാവുക? അത് കേട്ട് സുഗ്രീവൻ പറഞ്ഞു, പ്രഭു, അങ്ങയുടെ ധർമ്മപത്നിയെ അപഹരിച്ച ദുഷ്ടനെ കണ്ടപ്പോൾ എനിക്ക് കലി കയറി, അത്രയുള്ളൂ. ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് ധർമാനുസൃതമായ നടപടി എന്ന നിലയിൽ ശ്രീരാമൻ അംഗദനെ തന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുത്ത് ഒരു സന്ദേശവുമായി രാവണന്റെ അടുക്കിലേക്ക് അയച്ചു. ആ സന്ദേശം ഇങ്ങനെയായിരുന്നു: രാവണ, നീ എന്നോട് നേരിട്ട് യുദ്ധം ചെയ്ത് പൗരുഷം തെളിയിക്കണം. ഞാൻ നിന്നെ ബന്ധുമിത്രാദികളോടുകൂടി വധിക്കും. അങ്ങനെ ലോകർക്കുള്ള ഭയം അവസാനിപ്പിക്കും. ഇനിമേൽ ലങ്കയുടെ ആധിപത്യം വിഭീഷണനായിരിക്കും. സീതയെ തിരിച്ചു തന്നാൽ നിനക്ക് ജീവൻ രക്ഷിക്കാം. അംഗദൻ നേരെ ചെന്ന് രാവണനെ കണ്ട് നൽകിയ സന്ദേശം വിപരീത ഫലമാണ് ഉളവാക്കിയത്. ദൂതനെ പിടിച്ചു കെട്ടാൻ രാവണൻ ആജ്ഞാപിച്ചപ്പോൾ കുറെ രാക്ഷസന്മാർ ഓടി വന്ന് അംഗദനെ പിടികൂടി. അതിശക്തനായ അംഗദൻ അവരെയെല്ലാം അടിച്ചു വീഴ്ത്തിയിട്ട് ഗർജനത്തോടെ ആകാശത്തിൽ ഉയർന്നു ചാടി ശ്രീരാമസന്നിധിയിൽ തിരിച്ചെത്തി. ഒടുവിൽ ആക്രമണത്തിനായി കടൽ കടന്നെത്തിയിരിക്കുന്ന വാനര സൈന്യവും ആ ആക്രമണത്തിൽ നിന്ന് സ്വരാജ്യത്തെ രക്ഷിക്കുവാൻ വെമ്പുന്ന രാക്ഷസ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ശ്രീരാമൻ ജയിക്കട്ടെ എന്ന് ജയഘോഷങ്ങൾ എണ്ണമറ്റ വാനര പടയാളികളുടെ കണ്ടത്തിൽ നിന്നും രാവണരാജാവ് ജയിക്കട്ടെ എന്ന വിളികൾ സംഖ്യാതീതരായ രാക്ഷസ പടയാളികളുടെ കണ്ടത്തിൽ നിന്നും ഉയർന്ന് ഒന്നിച്ചു ചേർന്ന് നഭോമണ്ഡലത്തെ പ്രകമ്പനം കൊള്ളിച്ചു. പരിഖങ്ങൾ, ഖഡ്ഗങ്ങൾ മുതലായ കരാളായുധങ്ങൾ പ്രയോഗിച്ച് രാക്ഷസന്മാരും വൃക്ഷങ്ങളും പാറകളും ആയുധങ്ങളാക്കിയ വാനരന്മാരും ജീവനിൽ കൊതിവിട്ട് പോരാടി.
പടയാനകളുടെ ചിഹ്നം വിളികൾ, പടക്കുതിരകളുടെ ചിനയ്ക്കൽ, പെരുമ്പറകളുടെയും ശംഖുകളുടെയും മറ്റും ശബ്ദങ്ങൾ, സമരലഹരി പിടിച്ചവരുടെ പോർവിളികൾ, പരിക്കുകളേറ്റ് വീഴുന്നവരുടെ ആർത്തനാദങ്ങൾ എന്നിവ മുമ്പ് ഉയർന്നിരുന്ന ജയാരവങ്ങളുടെ സ്ഥാനത്ത് ഉയർന്ന് പൈശാചികമായ ശബ്ദപ്രപഞ്ചം സൃഷ്ടിച്ചു. ആനകളുടെയും കുതിരകളുടെയും പതാതികളുടെയും പാതാഘാതത്തിൽ നിന്ന് നിലത്തിളകിയ പൊടിപടലം ക്രമേണ ഉയർന്ന് പടയാളികളുടെ കണ്ണിലും മൂക്കിലും കയറുകയും ഒടുവിൽ ആകാശത്തെ ആച്ഛാദനം ചെയ്യുകയും ഉണ്ടായി. തലമുടിയാകുന്ന പായലോടും ശരീരങ്ങളാകുന്ന ചങ്ങാടങ്ങളോടും കൂടിയവയും താഴ്ചയും വീതിയുള്ളതുമായ രക്തനദികൾ പല വഴിക്കും ഒഴുകിത്തുടങ്ങി. ശിരസ്സുകളും കൈകാലുകളും വേർപെട്ട് മൃതശരീരങ്ങളുടെ സംഖ്യ നിമിഷം കഴിയും തോറും വർദ്ധിച്ച് പടക്കളത്തിൽ പലയിടത്തും ചിതറിക്കിടന്നു. പേരും പെരുമയുമില്ലാത്ത വാനരഭടന്മാരും രാക്ഷസഭടന്മാരും അസംഖ്യമായി ജീവനറ്റ് വീഴുന്നതിൽ ഇരുപക്ഷങ്ങളിലെയും എണ്ണപ്പെട്ട വീരയോദ്ധാക്കന്മാരിൽ ചിലർ തമ്മിൽ നടന്ന ദ്വന്ദ്വയുദ്ധങ്ങളിൽ ചിലത് എടുത്തു പറയത്തക്കവയുമാണ്. ഓരോ ദ്വന്ദ്വയുദ്ധവും വളരെ നേരം സമനിലയിൽ തുടർന്നതിന് ശേഷമാണ് ഒരുവൻ ജയിക്കുന്നതും അവരൻ മരിക്കുന്നതും എന്നുകൂടി ഓർമ്മിച്ചാലേ ദ്വന്ദ്വയുദ്ധങ്ങളുടെ ഭീകരത കുറച്ചൊന്നുമായിരുന്നില്ല എന്ന് അറിയാനൊക്കൂ. ഹനുമാൻ ജംബുമാലിയെയും നളൻ പ്രതാപിനെയും സുഗ്രീവൻ പ്രസഖനെയും ലക്ഷ്മണൻ വിരൂപാക്ഷനെയും ശ്രീരാമൻ അഗ്നികേതു, ലക്ഷ്മികേതു, സുപ്തഘ്നൻ, യജ്ഞകേതു എന്നീ 4 പേരെയും, മൈന്ദൻ വ്രജമുഷ്ടിയെയും, ദ്വിവിധൻ അഗ്നിപ്രഭനെയും, സുഷേണൻ വിദ്യുന്മാലിയെയും വധിച്ചതിൽ നിന്ന് ഒന്ന് തെളിഞ്ഞു. അതായത് ആ ദ്വന്ദ്വയുദ്ധങ്ങളിലെല്ലാം വിജയം അനുഗ്രഹിച്ചത് വാനരപ്രമുഖന്മാരെയായിരുന്നു എന്ന്. ഇരുപക്ഷങ്ങളിലെയും പല പ്രമാണികളും തമ്മിലിടഞ്ഞെങ്കിലും ആർക്കും തോൽവിയോ ജയമോ ഉണ്ടാകാതെ ഇരുവരും അടർക്കളത്തിൽ നിന്ന് പിൻവാങ്ങിയതിനുള്ള ഉദാഹരണങ്ങളും വിരളമായിരുന്നില്ല. രാവണന്റെ സീമന്തപുത്രനും അമിത പരാക്രമനുമായ ഇന്ദ്രജിത്ത് അദൃശ്യനായി മഹായുദ്ധം ചെയ്തതിന്റെ ഫലമായി ഉണ്ടായ ഒരു ദാരുണ സംഭവം വാനരന്മാരെ കരകണാതെ ദുഃഖപാരാവാരത്തിൽ ആഴ്ത്തിയെന്നേ പറയേണ്ടതുള്ളൂ. അവൻ ദുർവാരശക്തിയുള്ള നാഗാസ്ത്രങ്ങൾ തൊടുത്തുവിട്ട് അസ്തപ്രജ്ഞരാക്കി നിസ്സഹായരാക്കി നിലത്ത് വീഴ്ത്തിയത് മറ്റാരെയുമല്ല, ശ്രീരാമനെയും ലക്ഷ്മണനെയുമായിരുന്നു. മനുഷ്യശത്രുക്കൾ രണ്ടും ഹതരായി എന്ന വിശ്വാസത്തോടെ ആ മായായുദ്ധ വിശാരദൻ പടക്കളത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോയി പിതാവിനെ ആ സന്തോഷ വർത്തമാനം അറിയിച്ചു. തന്റെ സർവ്വ പ്രതിബിംബങ്ങളും ഇതോടെ അവസാനിച്ചിരിക്കുന്നു എന്ന് കരുതി മനം തെളിഞ്ഞ രാവണന്റെ ആജ്ഞയനുസരിച്ച് കാവൽക്കാരികളായ രാക്ഷസികൾ സീതയെ പുഷ്പവിമാനത്തിൽ കയറ്റി യുദ്ധഭൂമിയുടെ മുകളിൽ കൊണ്ടുപോയി ചേതനയത്ത് കിടക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാരെ കാണിച്ചു കൊടുത്തു. ആത്മനാഥന്റെയും അവരജന്റെയും കിടപ്പ് കണ്ടപ്പോൾ സീതയുടെ ദുഃഖത്തിന്റെ ആഴവും പരപ്പും എത്രയായിരുന്നു എന്ന് വർണ്ണിക്കുവാൻ വാക്കുകൾക്ക് കെൽപ്പില്ല. ശ്രീരാമനും ലക്ഷ്മണനും മരിച്ചിട്ടില്ലെന്നും താൽക്കാലികമായി അവശരായതാണെന്നും ത്രിജട കാര്യകാരണ സഹിതം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അല്പം സ്വൈരത കിട്ടിയ സീതയെ രാക്ഷസികൾ വീണ്ടും അശോകവനത്തിൽ കൊണ്ടുചെന്നാക്കി. ശ്രീരാമനാകട്ടെ ബോധക്ഷയത്തിൽ നിന്നുണർന്നപ്പോൾ അമ്പുകൾ തറച്ച് അനങ്ങാതെ കിടക്കുന്ന ലക്ഷ്മണനെ കണ്ട് സഹിക്കാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുഗ്രീവനോട് പറഞ്ഞു: സ്നേഹിത, ലക്ഷ്മണൻ മരിച്ചതുകൊണ്ട് ഞാനും മരിക്കും. ഒരു സുഹൃത്തിന് കഴിയുന്നതെല്ലാം അങ്ങ് എനിക്ക് ചെയ്തിരിക്കുന്നു. അങ്ങ് അനുയായികളോടുകൂടി കിഷ്കിന്ധയിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളൂ. ഞാനിതാ അനുമതി തരുന്നു. അത് കേട്ടപ്പോൾ സുഗ്രീവന്റെയും ഹനുമാന്റെയും വിഭീഷണന്റെയും മറ്റുള്ളവരുടെയും കണ്ണുകളിൽ നിന്ന് തപ്തബാഷ്പകണങ്ങൾ ഇറ്റുവീണു തുടങ്ങി. ദിവ്യസിദ്ധികളുള്ള വൈദ്യനായ സുഷേണൻ മുമ്പോട്ട് കടന്ന് സുഗ്രീവനോട് പറഞ്ഞു: തമ്പുരാനെ, അദ്ഭുത ശക്തിയുള്ള സഞ്ജീവകരണി, വിശല്യ, ചന്ദ്രദ്രോണങ്ങൾ എന്നീ ഔഷധച്ചെടികൾ പാലാഴിയുടെ തീരത്ത് നിൽപ്പുണ്ട്. ഹനുമാൻ ഉടനെ പോയി അവ കൊണ്ടുവരട്ടെ. ശേഷമുള്ളതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. സുഷേണൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ഒരു പ്രചണ്ഡവാദം വീശിയടിച്ച് വൻമരങ്ങളെ പിഴുതെറുകയും സമുദ്രത്തിൽ പർവ്വത തുല്യമായ തിരമാലകൾ ഇളക്കിവിടുകയും ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ വാനരന്മാർക്ക് മനസ്സിലായി അതെല്ലാം അവിടേക്ക് പറന്നു വരുന്ന ഗരുഡന്റെ ചിറകടിയുടെ ഫലങ്ങളാണെന്ന്. മഹാവിഷ്ണുവിന്റെ വാഹനമായ ആ പക്ഷിപ്രവരന്റെ സ്പർശനമേറ്റ നിമിഷത്തിൽ ശ്രീരാമലക്ഷ്മണന്മാരുടെ അവശതകൾ സകലതും നീങ്ങുകയും അവർ പഴയ പോലെ ആയിത്തീരുകയും ചെയ്തു. നാഗശത്രുവായ ഗരുഡന്റെ സാമീപ്യത്തിൽ നാഗാസ്ത്രങ്ങളുടെ വീര്യം നാമാവശേഷമായി തീരുമെന്നുള്ളത് സിദ്ധമാണല്ലോ. ദുഃഖവിവശരായ വാനരന്മാരെ ആഹ്ലാദഭരിതരാക്കിക്കൊണ്ട് ഗരുഡൻ ശ്രീരാമനെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്തിട്ട് ചിറകടിച്ച് ആകാശത്തിലുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷനായി. സന്തോഷസൂചകമായ ജയാരവങ്ങൾ സംഖ്യാതീതമായ വാനരഖണ്ഡങ്ങളിൽ നിന്നുയർന്ന് ഒന്നിച്ചുകൂടി അന്തരീക്ഷത്തെ ത്രസിപ്പിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാൻ നിയുക്തരായ ചാരന്മാർ രാവണനെ അറിയിച്ചു. ഇന്ദ്രജിത്തിനാൽ നിഹനിക്കപ്പെട്ടവെന്ന് കരുതിയ രാമലക്ഷ്മണന്മാർ ജീവിച്ചിരിക്കുന്നുവെന്നും പൂർവാധികം വീര്യത്തോടെ യുദ്ധസന്നദ്ധരായി നിൽക്കുന്നുവെന്നും.
താമസിയാതെ വീണ്ടും വാനര രാക്ഷസായോധനം എന്ന കൊടും തീ പടർന്നു പിടിക്കുന്നതിനിടയ്ക്ക് രാവണൻ പറഞ്ഞയച്ച ധൂമ്രാക്ഷൻ എന്ന മഹാവീരൻ മഹാപരാക്രമം പ്രദർശിപ്പിച്ചതിനു ശേഷം ഹനുമാന്റെ പ്രഹരമേറ്റ് മരണമടഞ്ഞു. കരുത്തനായ രാക്ഷസയോദ്ധാവ് വജ്രദ്രംഷ്ടൻ അംഗദനോടും അകമ്പനൻ ഹനുമാനോടുമേറ്റ് പടയിൽ പട്ടുവീണത് രാവണന് നികത്താനാവാത്ത നഷ്ടമായി. അടുത്തതായി വിജയം നേടുവാൻ രാവണനാൽ നിയോഗിക്കപ്പെട്ട വിശ്വസ്ത മന്ത്രിയായ പ്രഹസ്തൻ തൊഴുകൈയോട് പറഞ്ഞു, തിരുമേനി, എന്നും എന്നെ ഉപകരിച്ചു പുലർത്തിയ അവിടത്തെ ഞാനിപ്പോൾ കൈവെടിയുകയോ? എനിക്ക് എൻ്റെ ജീവനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ യാതൊരു ഭയവുമില്ല. എൻ്റെ സർവസ്വവും അവിടത്തേക്കായി സമർപ്പിച്ചിട്ടുള്ളതാണല്ലോ. പ്രത്യക്ഷ ദൈവതമായ അവിടത്തേക്ക് വേണ്ടി ഞാൻ പ്രാണൻ കളയുന്നത് അവിടത്തേക്ക് കാണാം. യുദ്ധരംഗത്തിലാകെ ഉഴറിച്ചെന്ന് വാനര സൈന്യത്തെ നശിപ്പിക്കുന്നതിനിടയ്ക്ക് അവർണ്ണനീയമായ യുദ്ധവൈദഗ്ധ്യവും ശൗര്യവും പ്രദർശിപ്പിച്ച രാവണമന്ത്രി സുഗ്രീവ സേനാധിപനായ നീലന്റെ കയ്യിൽ നിന്ന് മരണം വരിച്ച് തന്റെ ദീർഘദർശനത്തെ യാഥാർത്ഥ്യമാക്കി. ധൂമ്രാക്ഷാദികളുടെ നഷ്ടം രാവണനെ ദുഃഖിതനാക്കിയിരുന്നുവെങ്കിലും അതിനേക്കാൾ കടുത്ത ദുഃഖവും തുടർന്ന് അനിയന്ത്രിതമായ രോഷവും പ്രഹസ്തന്റെ നഷ്ടം മൂലം രാക്ഷസ രാജാവിന്റെ മനസ്സിൽ നുരഞ്ഞുപോയി. എന്നാൽ ഇനി താൻ നേരിട്ട് യുദ്ധം ചെയ്ത് ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരസേനയെയും ഭൂമുഖത്തു നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതാണെന്ന് നിശ്ചയിച്ച് രാവണൻ കവചായുധാദികൾ ധരിച്ച് വമ്പിച്ച സേനയെ നയിച്ചുകൊണ്ട് ഗോപുരദ്വാരത്തിലൂടെ സമരാങ്കണത്തിൽ ഇറങ്ങി. തിമിംഗലം സമുദ്രജലത്തെ പിളർന്ന് അതിശീഘ്രം മുന്നോട്ട് നീന്തുന്നത് പോലെ രാവണൻ വാനര സൈന്യത്തെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് സഞ്ചരിച്ചു. അതിനിടയ്ക്ക് എതിരെ വന്ന ഹനുമാനുമായി ഉണ്ടായ മുഷ്ടിയുദ്ധം ഇരുവർക്കും കുറച്ചൊക്കെ അവശത ഉളവാക്കിയപ്പോഴേക്കും വാനര പ്രമുഖനായ നീലൻ ദ്വന്ദ്വയുദ്ധരംഗത്ത് എത്തി. നീലന്റെ ഭുജാടോപത്തിന് പ്രതിവിധി കാണാതെ ഉഴലുന്ന രാവണൻ മാരകമായ ആഗ്നേയാസ്ത്രം എടുത്ത് വില്ലിൽ തൊടുത്ത് പ്രതിയോഗിക്കെതിരെ പ്രയോഗിക്കുവാൻ നിർബന്ധിതനായി. എന്നാൽ അഗ്നിദേവന്റെ ഇഷ്ടപുത്രനായ നീലനെ ആഗ്നേയാസ്ത്രം നിഹനിക്കുന്നതിന് പകരം നിമിഷ നേരത്തേക്ക് നിശ്ചേതനായി നിലം പതിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. വീണ്ടും മുന്നോട്ട് പാഞ്ഞ രാവണൻ അടുത്തതായി കണ്ടുമുട്ടിയത് മാർഗതടസ്സം സൃഷ്ടിച്ച് ചാപബാണ തുണീരധാരിയായി സമരസന്നദ്ധനായി നിൽക്കുന്ന ലക്ഷ്മണനെയായിരുന്നു. സീതാപതിയുടെ അനുജനെ കണ്ടുകിട്ടിയതിലുള്ള സന്തോഷത്തോടുകൂടി രാവണൻ വിളിച്ചു പറഞ്ഞു, ലക്ഷ്മണ, ഭാഗ്യം കൊണ്ട് നീ എൻ്റെ മുമ്പിലെത്തി. എൻ്റെ അമ്പുകൾ ഇപ്പോൾ നിന്നെ കാലന്നൂർക്കയക്കും. ഒന്നുകൊണ്ടും പതറാത്ത ലക്ഷ്മണൻ പ്രതിവചിച്ചു, രാവണ, ദുഷ്ടനായ നിന്റെ വീരവാദം ഫലിക്കുകയില്ല. വാക്കുകൊണ്ടല്ല യുദ്ധം ചെയ്യേണ്ടത്, ആയുധം കൊണ്ടാണ്. ഞാനിതാ തയ്യാറായി നിൽക്കുകയാണ്. വില്ലും അമ്പും കൊണ്ട് നടന്ന ആ യുദ്ധം ഇരുവരും പരസ്പരം മുറിവേൽപ്പിക്കുകയും വില്ലൊടിക്കുകയും സമനിലയിൽ തുടർന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും രാവണൻ ബ്രഹ്മദേവനാൽ സമ്മാനിക്കപ്പെട്ടതും പ്രതിവിധിയില്ലാത്തതുമായ ശൂലമെടുത്ത് ചാട്ടി. ആ ആയുധം അതിൻ്റെ ലക്ഷ്യമായ ലക്ഷ്മണവക്ഷസിൽ ചെന്നുകൊണ്ട് മുറിവേൽപ്പിക്കുക മാത്രമല്ല, കുമാരനെ ബോധരഹിതനാക്കി വീഴ്ത്തിയിട്ട് സ്വയമേവ രാവണഹസ്തത്തിലേക്ക് മടങ്ങിച്ചെന്നു. നിശ്ചേഷനായ എതിരാളിയെ ലങ്കയിലേക്ക് കൊണ്ടുപോകണമെന്ന ഉദ്ദേശത്തോടെ ലക്ഷ്മണനെ എടുത്തുയർത്താൻ ശ്രമിച്ച രാവണന് കുമാരനെ ഒന്ന് അനക്കുവാൻ കൂടി സാധിക്കുന്നില്ലെന്ന് കണ്ട് കടുത്ത നിരാശയുണ്ടായി. എന്നാൽ ഹനുമാൻ ഓടിച്ചെന്ന് ലക്ഷ്മണനെ പക്ഷിത്തൂവലെടുക്കുന്ന ലാഘവത്തോടുകൂടെ പൊക്കി പിന്നണിയിലേക്ക് കൊണ്ടുപോയി ശ്രീരാമന്റെ അരികിൽ കിടത്തി. വിഷ്ണു അംശമായ ലക്ഷ്മണന്റെ അവശത അല്പസമയത്തേക്ക് നീണ്ടുനിന്നു എന്നല്ലാതെ പിന്നീട് യാതൊരു തകരാറും ഉണ്ടാക്കിയതുമില്ല. കോപാകുലുഷിതനായി തീർന്ന ശ്രീരാമൻ മുന്നോട്ട് കയറി രാവണന്റെ മുമ്പിലെത്തി ഞാണൊലിയിട്ടുകൊണ്ട് പറഞ്ഞു, എന്നെ ദ്രോഹിച്ച നിനക്ക് ഒരു ലോകത്തും രക്ഷ കിട്ടുകയില്ല. എൻ്റെ അനുജനെ നീ തളർത്തിയില്ലേ? അതിനു പകരമായി ഞാൻ ഇപ്പോൾ നിന്നെ കൊല്ലും. അടുത്ത നിമിഷത്തിൽ ഇരുവരും തമ്മിൽ ആരംഭിച്ച യുദ്ധം കുറേ നേരം തുടർന്നപ്പോഴേക്കും ശ്രീരാമൻ കോദണ്ഡിൽ നിന്ന് തൊടുത്തയച്ച അർദ്ധചന്ദ്രാകാരമായ ഒരു ദിവ്യാസ്ത്രം രാവണന്റെ വില്ലിനെ മാത്രമല്ല മണിമയമായ കിരീടത്തെയും നിലം പതിപ്പിച്ചു. അസ്തമിക്കാറായ സൂര്യനെ പോലെ വിഷപ്പല്ലുപോയ ക്രൂരനാഗത്തെ പോലെ നിൽക്കുന്ന രാവണനോട് ധർമ്മത്തിന്റെ മൂർത്തീകരണമായ ശ്രീരാമൻ പറഞ്ഞു, ലങ്കേശ്വര, നിരായുധനായ നിന്നെ എനിക്കിപ്പോൾ എളുപ്പത്തിൽ കൊല്ലാം. അത് ധർമ്മമല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പോയി ക്ഷീണം മാറ്റി പുതിയ ആയുധങ്ങളുമായി മടങ്ങിവ. അപ്പോൾ നിനക്ക് എൻ്റെ ശക്തി നേരിട്ട് കാണാം. തനിക്ക് പറ്റിയ അപജയത്തിൽ അതിയായ ലജ്ജ കൊണ്ടും അളവറ്റ ദുഃഖത്തിന് അടിമപ്പെട്ടും യുദ്ധരംഗം വിട്ട് രാവണൻ തന്റെ ആസ്ഥാന മണ്ഡപത്തിൽ ചെന്നിരുന്ന് മന്ത്രിമാരോടും തന്റെ സേനാധിപന്മാരോടും ബന്ധുജനങ്ങളോടും പറഞ്ഞു, കഷ്ടം, ഞാൻ വെറും ഒരു മനുഷ്യനോട്, അതും ആ രാമനോട് തോറ്റുപോയല്ലോ. മനുഷ്യനിൽ നിന്ന് എനിക്ക് അപായം ഉണ്ടാകട്ടെ എന്ന് പണ്ട് എനിക്ക് കിട്ടിയ ശാപം ഫലിക്കുമാറായി എന്നെനിക്ക് തോന്നുന്നു. എന്ന് വെച്ച് ഞാൻ കീഴടങ്ങാനൊന്നും പോകുന്നില്ല. കുംഭകർണൻ എന്നോടുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് തോൽവി ഉണ്ടാകുമായിരുന്നില്ല. നിദ്രയിൽ ലയിച്ചു കിടക്കുന്ന അവനെ ഉണർത്തി ഇങ്ങോട്ട് കൊണ്ടുവരുവൻ. ഉറങ്ങിക്കിടക്കുന്ന കുംഭകർണനെ കൊണ്ടുവന്ന് യുദ്ധവിവരണം പിന്നീട്.